നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ചക്രാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം 7 ചക്രങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ഞാൻ വായിച്ച് തരാം. മൂലചക്രം, മൂലധാര സ്ഥാനം, നട്ടലിൻ്റെ അടിഭാഗം പ്രതിനിധിക്കുന്നത്. അടിത്തറ, അതിജീവന, സഹജീവ ബോധം, സ്ഥിരത. സ്കാരൽ ചക്രം, സ്വാധിസ്ഥാനം, അടിവയർ പ്രതിനിധീകരിക്കുന്നത്. സ്വർഗീയാത്മത, ലൈംഗിക വൈകാരിക സന്തുലാവസ്ഥ. സോളാർ പ്ലെക്സ് ചക്രം, മണിപ്പുരം സ്ഥാനം, മുകളിലെ വയറ് പ്രതിനിധിക്കുന്നത്. വ്യക്തിഗത, ശക്തി, ആത്മവിശ്വാസം, ആത്മാഭിമാനം. ഹൃദയചക്രം, അനർഹത സ്ഥാനം, നെഞ്ചിൻ്റെ മധ്യഭാഗം, സ്നേഹം, അനുകമ്പ, വൈകാരിക രോഗശാന്തി. തൊണ്ടചക്രം, വിശുദ്ധ സ്ഥാനം, തൊണ്ട പ്രതിനിധാനം ചെയ്യുന്നത്. ആശയവിനിമയം, പ്രകാശം, സത്യം. മൂന്നാം കണ്ണ് ചക്ര, ആഞ്ജന സ്ഥാനം, പുരികങ്ങൾക്കിടയിൽ പ്രതിനിധിക്കുന്നത്. അവബോധം, വ്യക്തത, ആന്തരിക ജ്ഞാനം. കിരീട ചക്രം, സഹസ്രാരം സ്ഥാനം, തലയുടെ മുകൾ ഭാഗം പ്രതിനിധിക്കുന്നത്. ആത്മീയത, ദൈവവുമായുള്ള ബന്ധം. പ്രബുദ്ധ ചക്ര, സജീവമാക്കൽ, മനസ്സിലാക്കൽ ചക്ര, സജീവമാക്കലും ഉണർവും ഉൾപ്പെടുന്നു. അങ്ങനെ 7 ചക്രാസുകളാണ് ഉള്ളത്. മൂലചക്ര, സ്കാരൽ ചക്രം, സോളാർ പ്ലെക്സ് ചക്രം, ഹൃദയചക്രം, തൊണ്ടചക്രം, മൂന്നാം കണ്ണ് ചക്രം, പിന്നെ കിരീടചക്രം. അങ്ങനെ 7 ചക്രങ്ങളാണ് ഉള്ളത്. അണ്ടർസ്റ്റാൻഡിങ് ചക്ര ആക്ടിവേഷൻ. ചക്ര സജീവമാക്കൽ എന്ന ശരീരത്തിൻ്റെ ഊർജ കേന്ദ്രങ്ങളെ ഉണർത്തുകയും അവയെ വിന്യസിക്കുകയും ചെയ്യുന്നത്. ഉന്മേഷവും ബോധവും വർദ്ധിക്കുന്നു. ധ്യാനം, യോഗ, ശുദ്ധപൂർണമായ ശ്വാസം തുടങ്ങിയവ പരിശീലനങ്ങൾ ചക്രങ്ങളുടെ തടസ്സം നീക്കാൻ സഹായിക്കുകയും അതുവഴി ഊർജത്തിൻ്റെ സ്വതന്ത്ര പ്രവാഹം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ സജീവമാക്കൽ വൈകാരിക സന്തുലിതാവസ്ഥ, ശാരീരിക ക്ഷേമം, ഒരാളുടെ ആത്മീയ സ്വതന്ത്രവുമായുള്ള ആഴത്തിലുമുള്ള ബന്ധം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് റോൾ ഓഫ് ചക്രാസ് ഇൻ വെൽനെസ് ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസ്. ആരോഗ്യത്തിലും ആത്മീയ പരിശീലനങ്ങളിലും ചക്രങ്ങളുടെ പങ്ക്. ശാരീരിക, വൈകാരിക, മാനസിക അവസ്ഥകൾ സ്വാധീനിക്കുന്ന ഊർജ കേന്ദ്രങ്ങളായ വളർത്തുന്നതിലൂടെ ആരോഗ്യത്തിലും ആത്മീയ പരിശീലനങ്ങളിലും കേന്ദ്ര ചക്രങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ധ്യാനം, യോഗ, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെ ഈ ഊർജ കേന്ദ്രങ്ങളിൽ സന്തുലമാക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്നത്. മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുകയും ആത്മീയ വളർച്ചയെ വളർത്തുകയും മനസ്സും ശരീരവും ആത്മാവും എന്നിവ തമ്മിലുള്ള ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് മോഡേൺ ആപ്ലിക്കേഷൻ ഓഫ് ചക്ര. യോഗ, ധ്യാനം, സമഗ്ര ചികിത്സകൾ തുടങ്ങിയ ആധുനിക രീതികളിലും സ്വയം അവബോധം, മാനസിക രോഗം, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവ വർദ്ധിക്കുന്നതിനും ചക്രങ്ങൾ ഉപയോഗിക്കുന്നു. വ്യക്തിഗത ഊർജ പ്രവാഹം മനസ്സിലാക്കുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യാനുമുള്ള ഒരു ചടങ്ങാണ് ഇവ പ്രവർത്തിക്കുന്നത്. ചക്രാസ് ഇൻ എവരിഡേ ലൈഫ്. വികാരങ്ങളിലും ഊർജ നിലകളിലും മൊത്തത്തിലുള്ള
ക്ഷേമത്തെയും സിദ്ധിച്ചുകൊണ്ട് ചക്രങ്ങൾ ദൈനംദിനം ജീവിതത്തെ സ്വാധീനിക്കുന്നു. ധ്യാനം, യോഗ തുടങ്ങിയ പരിശീലനങ്ങൾ ഈ ഊർജ കേന്ദ്രങ്ങളെ വിന്യസിക്കുകയും സന്തുലമാക്കുകയും ലക്ഷ്യമിടുന്നു. ഇത് ഐക്യവും ചൈതന്യവും പ്രോത്സാഹിപ്പിക്കുന്നു. മിത്ത് റിലേറ്റഡ് ടു ചക്രാസ്. ചക്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പൊതുവായ മിത്തുകളിൽ അവയുടെ ദൗത്യം, തൽക്ഷണം സജീവമാക്കൽ, പരസ്പരം ആചാരങ്ങളുമായുള്ള പ്രത്യേക ബന്ധം എന്നിവ ഉൾപ്പെടുന്നു. ഈ തെറ്റിദ്ധാരണകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ കൃത്യമായ ധാരണയെ പ്രോത്സാഹിപ്പിക്കുന്നു. കൺക്ലൂഷൻ. മുദ്രകൾ ഉപയോഗിച്ച് ചക്രങ്ങളെ സജീവമാക്കുന്നത് കൈ ആംഗ്യങ്ങളും ഊർജ വിന്യാസവും സജീവമാക്കാനും ഒരു ശക്തമായ പരിശീലനമാണ്. കൃത്യമായി കൈ ചലനങ്ങളുടെ പ്രത്യേക ഊർജങ്ങളെ സംചാരിപ്പിക്കുന്നത്. വ്യക്തികൾ അവരുടെ ചക്രങ്ങളിലെ ഊർജ പ്രവാഹം സന്തുലമാക്കാനും മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ഈ സമഗ്ര സമീപനം മൊത്തത്തിലുള്ള ക്ഷേമം വളർത്തുകയും ജീവിതത്തിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിലൂടെയും യോജിപ്പുള്ള ബന്ധം വളർത്തുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് ചക്രാസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. 7 ചക്രങ്ങളാണ് ഉള്ളത്. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മൂലചക്ര, സ്കാരൽ ചക്രം, സോളാർ പ്ലെക്സ് ചക്രം, പിന്നെ തൊണ്ടചക്രം, ഹൃദയചക്രം, മൂന്നാം കണ്ണ് ചക്രം, പിന്നെ കിരീടചക്രം. അങ്ങനെ 7 ചക്രങ്ങളാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ വായിച്ചത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോസിനെ ഞാൻ ഉടനെ വരാം. അതുവരെ ബായ്.